രാധേ രാധേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതേ നമഃ. ശ്രീരാമനെ സ്തുതിക്കാൻ വേണ്ടി, ശ്രീരാമനെ പ്രണമിക്കാൻ വേണ്ടി നമ്മൾ ഏവരും ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണിത്. അപ്പോൾ ഇവിടെ ശ്രീരാമനെ പല പല നാമങ്ങൾ കൊണ്ടാണ് വിളിക്കുന്നത്. ആ രാമനെ ഞാൻ പ്രണമിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഈ ഓരോ പേരും ഓരോരുത്തർ ശ്രീരാമനെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. രാമ എന്ന് എല്ലാവരും വിളിക്കുന്നു. പ്രത്യേകിച്ചും ദശരഥനാണ് രാമ എന്ന് ആ ത്രേതായുഗത്തിൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് രാമഭദ്ര. രാമഭദ്ര എന്ന് വിളിക്കുന്നത് ആരാ? കൗസല്യാണ് രാമഭദ്ര എന്ന് വിളിക്കുന്നത്. രാമഭദ്ര എന്ന് വിളിക്കുന്ന വെച്ചാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ മംഗളകാരകനായ രാമ എന്നാണ് രാമഭദ്ര എന്ന് വിളിച്ചാലുള്ള അർത്ഥം. അടുത്ത രാമചന്ദ്ര, ചന്ദ്രനെ പോലെ ശാന്ത സ്വരൂപനായവനെ എന്നുള്ള അർത്ഥമാണ് രാമചന്ദ്ര എന്ന് വിളിക്കുന്നത്. രാമചന്ദ്ര എന്ന് വിളിക്കുന്നത് ആരാ? കൈകേയിയാണ് രാമചന്ദ്ര എന്ന് വിളിക്കുന്നത്. അടുത്തത് വേദസേ. വേദസേ എന്ന് വിളിക്കുന്ന ആരാ? വസിഷ്ഠനാണ് വേദസേ എന്ന് വിളിക്കുന്നത്. വേദസേ എന്ന് വെച്ചാൽ അർത്ഥം ജ്ഞാനിയായവനെ, അറിവുള്ളവനെ, സൃഷ്ടാവേ എന്നൊക്കെയാണ് വേദസേ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അടുത്ത രഘുനാഥ. രഘുനാഥ എന്ന് വെച്ചാൽ ഋഷിമാരൊക്കെ വിളിക്കുന്നതാ. രഘുവംശത്തിന്റെ മുഴുവൻ നാഥനായവനെ രഘുനാഥ എന്ന് ഋഷിമാര് വിളിക്കും. അടുത്ത നാഥ. നാഥ എന്ന് വിളിക്കുന്ന ആരാ? നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. നാഥ എന്ന് വിളിക്കുന്ന ആരാ? വേറെ ആരുമല്ല, സീതാദേവിയാണ് നാഥ, എന്റെ രക്ഷക എന്ന് രാമനെ വിളിക്കുന്നത്. രഘുനാഥായ നാഥായ സീതായാം പതേ നമഃ. സീതാപതി എന്ന് വിളിക്കുന്ന ആരാ? ജനകനാണ് ശ്രീരാമനെ സീതാപതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷകരായ രഘുവംശത്തിന്റെ നാഥനായ സീതാദേവിയുടെ നാഥനായ ശ്രീരാമചന്ദ്രൻ ശാന്തസ്വരൂപനായ മംഗളകാരകനായ ആ ശ്രീരാമചന്ദ്രനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ആ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീരാമനെ സ്തുതിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണിത്. രാധേ രാധേ.